ഹായ് ഫ്രണ്ട്സ്, ഡിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡി ഫോർ സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണ്ടി നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് ഒരേ പാത്രത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര, അത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 4 കോഴിമുട്ട. പിന്നെ നമുക്ക് റെഡ് കളറ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം, ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും. പിന്നെ നമുക്ക് പാല് വേണം, ഒരു 4 ടേബിൾ സ്പൂൺ പാല്, ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂണ് വാനില എസൻസ്. ഇത്ര കൂട്ടണം നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആ കൊക്കോ പൗഡറും കൂടിയിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പാലിലേക്ക് വിനാഗിരി ഒഴിച്ച് വെക്കാം. അപ്പോൾ അതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട തന്നെ വെള്ളക്കരും മഞ്ഞക്കരും വേറെ തിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളക്കരും മഞ്ഞക്കരും വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നന്നായി ഒന്ന് അടിച്ച് പതപ്പിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലെടുത്തിട്ട് നന്നായി പതപ്പിക്കാം കേട്ടോ. നമ്മുടെ മുട്ട നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞൾപ്പൊടി ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. പാല് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യാം. അത് പോരായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോരം കളർ വേണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഇടാം. അപ്പോൾ ഞാനിതിൽ 1 ടീസ്പൂണ് ഒഴിക്കുന്നുണ്ട്, ഒന്ന് കളർ ഇട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൈദ കൂട്ടില്ലേ അത് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ ട്രേ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി വയ്ക്കാം കേട്ടോ. നമുക്ക് കുക്കർ ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു തട്ടിട്ട് കൊടുക്കണം. നമുക്ക് കുക്കർ ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോയി കിട്ടാൻ. നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ട്രേയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തീ നന്നായി കുറച്ചിട്ടിട്ട് ഇത് മൂടി വയ്ക്കുക. ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നോക്കാം. എന്നിട്ട് ഒന്ന് പിൻ വെച്ച് കുത്തി നോക്കാം വെന്തുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്, അതിലും കൂടുതൽ വേണ്ട, നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് നമ്മുടെ കേക്ക് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം. കേക്ക് ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് അത് സെറ്റ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു അര ഗ്ലാസ് പഞ്ചസാരയും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായി തിളപ്പിച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് ലെയർ ചെയ്ത് വെച്ച് കൊടുക്കാം വിപ്പിംഗ് ക്രീം കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായി ചൂടാറിയിട്ട് വേണം നമ്മളിത് പാനി ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കുമ്പോൾ അത് ഒലിഞ്ഞ് പോകും, പെട്ടെന്ന് അലിയും. വിപ്പിംഗ് ക്രീം ഇതിൽ തേച്ച് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളറോട് ആഡ് ചെയ്തിട്ടൊന്ന് കഴിക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും അവളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.